Hello guys, welcome back to another video. Guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡ് എന്ന് പറയുന്നത് വെറും 35000 രൂപ വില വരുന്ന ഒരു PC ആണ്. നമ്മുടെ ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പലരും കമന്റ് ബോക്സിൽ വന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. ബ്രോ ഒരു 35000 രൂപയ്ക്കാണ് എൻ്റെ ബഡ്ജറ്റ്, 20000 ആണ് ബഡ്ജറ്റ്, 40000 ആണ് ബഡ്ജറ്റ്, ഇതിനകത്തൊക്കെ ഒരു PC ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ 35000 രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളൊരു ബിൽഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബിൽഡിൻ്റെ കുറേ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഇതിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ആൾക്കാർ യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് തീരെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഒരു കോമ്പണൻസ് നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇതിനെ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ടുള്ള ക്യാബിനറ്റ് SMPs കോംപ്രമൈസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ആദ്യം തന്നെ നമ്മുടെ പ്രോസസ്സറിലോട്ട് നമുക്ക് പോകാം. പ്രോസസ്സർ ഞാൻ ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത് Ryzen 5 5600G ആണ്. ഇവിടെ AMD എടുത്തതിന് വേറൊരു റീസൺ ഉണ്ട്. ഒന്നാമത്തത് 2GB വേഗ ഗ്രാഫിക്സ് ഇതിന് ഇൻബിൽട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സവിശേഷതയാണ്. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. പ്രതീക്ഷ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെയിം സ്പെക്കിൽ നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ ബി-റോൾസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ സെയിം സ്പെക്ക് വീഡിയോ വരുന്നതിന് മുമ്പ് വീണ്ടും ഒരെണ്ണം ചെയ്യുന്നു, അതാണ് ഇപ്പോൾ പ്രതീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ 5600G എന്ന് പറയുമ്പോൾ ഒരു 6 കോർ പ്രോസസ്സറാണ്. 12 ത്രെഡ്സ് ആണ് ഇതിൽ വരുന്നത്. 2GB ഗ്രാഫിക്സ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻബിൽട്ടിൽ ഉള്ള ഗ്രാഫിക്സ് വെച്ച് നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അത് ഫുൾ HD കളിക്കാൻ പറ്റും, അതേപോലെ തന്നെ HD സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. നിങ്ങളുടെ വീഡിയോ ഗ്രാഫിക്സ് ക്വാളിറ്റി ഒരു മീഡിയം ടു ലോയിൽ ഇടേണ്ടി വരും. GTA 5 ഉൾപ്പെടെ ഇതിൽ പ്ലേയബിൾ ആണ്. 30+ FPS ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് 13,000 താഴെയാണ് റേറ്റ് വരുന്നത്. ആ ഒരു പ്രൈസ് ഗ്യാപ്പിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. പ്രൈസും ലിങ്കുകളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഡീറ്റെയിൽഡ് ചെക്ക് ചെയ്യാം. ഗൈസ്, അടുത്തത് നമ്മുടെ മദർ ബോർഡാണ്. മദർ ബോർഡ് ചോയ്സ് ആയിട്ട് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു 35 എന്നുള്ളൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരു പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് പ്രോസസ്സറും അതേപോലെ തന്നെ ബാക്കിയുള്ള കോമ്പണൻസും ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ മദർ ബോർഡിൽ എന്നും പറഞ്ഞ് ഞാൻ തീരെ ക്വാളിറ്റി കുറച്ചൊന്നും അല്ല വെച്ചിരിക്കുന്നത്. B450 ASRockന്റെ Pro 4 എന്ന് പറയുന്ന ഒരു ബോർഡാണ്. നിങ്ങൾക്ക് 4 RAM സ്ലോട്ട് ഉണ്ട്, Type-C ഉണ്ട്, പിന്നെ USB 3.2, പിന്നെ അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഈ മദർ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Ryzen 5 ആയിക്കോട്ടെ Ryzen 7 വരെ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും PCIe 4.0 ഇല്ല എന്നൊരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ഇതിലുണ്ട്. പക്ഷേ നിങ്ങളത് വലിയ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക 50,000, 1 ലക്ഷം, 2 ലക്ഷം രൂപയൊക്കെ മുടക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോംബോ ബോർഡാണ്. കംപ്ലയിൻറ്റ് റേഷ്യോസ് കുറവാണ്, വളരെയധികം റിലയബിൾ ആയിട്ടുള്ള ബോർഡാണ് B450 Pro 4. അപ്പോൾ ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഡീസൻറ്റ് ഇനഫ് ബോർഡാണ് കേട്ടോ. ഗൈസ്, അടുത്തത് റാം ചോയ്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 8GBയുടെ XPG D30 റാംസ് ആണ്. ഇതിപ്പോൾ 2 റാം സ്റ്റിക്ക് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. 16GBയുടെ കിറ്റാണ്. നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് 35 നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഇതിനകത്ത് 16GB കിറ്റ് ഉപയോഗിക്കാം. അതായത് 8x2 ആണ്. അപ്പം 3200 MHz കേട്ടോ. റാമിൽ ലൈറ്റ് വരികയാണെങ്കിൽ അറൗണ്ട് ഒരു നമുക്ക് D60, D50 എന്ന് പറയുന്ന മോഡൽസ് ഉണ്ട്. അത് ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 300 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ആ 300 രൂപ 2 റാം ആകുമ്പോൾ 600 രൂപയോളം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ആ സേവ് ചെയ്ത പൈസയാണ് ഞാനിവിടെ ഈ 2 റാമിലോട്ട് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ XPG D30 എന്ന് പറയുന്ന ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റാമാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്നത്. ഇതിന് 10 വർഷം റാമിൻ്റെ വാറണ്ടി ബാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും രീതിയിൽ ഇത് കംപ്ലൈൻറ്റ് വന്നാൽ യു ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ വാറണ്ടി. ഗൈസ്, അടുത്തത് നമ്മുടെ സ്റ്റോറേജ്. മെയിൻ ആയിട്ടുള്ള സംഭവമാണ് സ്റ്റോറേജ്. എല്ലാവരുടെയും ഡൗട്ടുള്ള കാര്യമാണ് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കണോ SSD ഉപയോഗിക്കണോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആ ചോദ്യങ്ങളൊന്നും മറന്നേക്കുക. ഇതിന് ഇത്രയേ ഉള്ളൂ ഉത്തരം. SSD ആണ് എപ്പോഴും നമ്മുടെ ഹാർഡ് ഡിസ്കിനെക്കാളും ഫാർ എന്താ പറയുക സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ റിലയബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഫെയിലുവർ റേഷ്യോ വെച്ച് SSD കമ്പയർ ചെയ്യുമ്പോൾ SSDക്ക് ഫെയിലുവേഴ്സ് കുറവാണ്. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. വേറൊന്നുമല്ല, നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡിസഡ്വാൻറ്റേജ് പിറകെ വരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കണമല്ലോ. അപ്പം ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഹാർഡ് ഡിസ്കിൽ അഥവാ ഡേറ്റ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ റിക്കവറി പോസിബിൾ ആണ് ഒരു പരിധി വരെ. എന്നാൽ SSDയിൽ ഡേറ്റ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് വന്നാൽ തന്നെ ചില സമയങ്ങളിൽ ഡേറ്റ ഫുള്ളി വൈപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ബിവെയർ ഓഫ് ദാറ്റ്. നിങ്ങളുടെ ഡേറ്റ എന്താ പറയുക മോസ്റ്റ് പ്രോബബ്ലി ഡേറ്റാസ് ഒന്നും അങ്ങനെ പോവാറില്ല SSD. പക്ഷേ പോയാൽ
ഇറ്റ്സ് എൻഡ് ഓഫ് ദ തിങ്. ഗൈസ്, ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബിൽഡിൽ ഞാൻ ഗ്രാഫിക്സ് കാർഡ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇതൊരു ഗെയിമിംഗ് PC അല്ലേ, അപ്പോൾ കാർഡ് വേണ്ടേ? അതെ, കാർഡ് ഇതിനകത്തുണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള വേഗ ഗ്രാഫിക്സ് ആണ് വരുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കാർഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് AMDയുടെ തന്നെ Radeon 6500 XT എന്ന് പറയുന്ന കാർഡാണ്. 4GB കാർഡാണ്. നിങ്ങൾക്ക് 1650 കാർട്ടിലും പെർഫോമൻസ് AMDയിൽ കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 15% ബെനിഫിറ്റ് പെർഫോമൻസ് അഡ്വാൻറ്റേജ് കിട്ടും. അതായത് സാം എന്ന് പറയും, സ്മാർട്ട് എസ്എസ് മെമ്മറി, ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് ബൂസ്റ്റും ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം ഫ്യൂച്ചറിൽ വേണം നിങ്ങൾ ഈ കാർഡ് വെക്കാൻ. ഈ ഒരു ബിൽഡിൽ 35 ഈ കാർഡ് ഇൻക്ലൂഡഡ് അല്ല. കാരണം കാർഡിൻ്റെ വില അറൗണ്ട് ഒരു 13,000-14,000 രൂപയോളം മാർക്കറ്റിൽ വിലയുണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ്, അടുത്തത് PSU ആണ്. PSU ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡീപ് കൂളിൻ്റെ PK450D ഗോൾഡ് സർട്ടിഫൈഡ് അല്ലാത്ത ബ്രോൺസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള PSU ആണ്. ഇതിവിടെ ഗോൾഡ് സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ബിൽഡ് വരുമ്പോൾ നമുക്ക് ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് PC ആണ്. അതുകൊണ്ട് തന്നെ 450D എന്ന് പറയുന്ന ഡീപ് കൂളിൻ്റെ PSU ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി. കേബിൾസ് എല്ലാം ബ്രേഡഡ് ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേബിൾ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേബിൾസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഗൈസ്, അടുത്തത് ക്യാബിനറ്റ് ആണ്. ലാസ്റ്റ് നമ്മുടെ ഈ ഒരു PCയുടെ പസിൽ എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് പീസ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് ചോയ്സ് ആണ്. ക്യാബിനറ്റ് ചോയ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഞാൻ അതിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ സിൽവർ സ്റ്റോൺ എന്ന് പറയുന്ന ഫറ R1 RGB ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ബിൽഡിന് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും മറ്റുള്ള ബ്രാൻഡ്സുകളൊക്കെ നോക്കാവുന്നതാണ്. ഈ ഒരു ബഡ്ജറ്റ് 3,000-4,000 രൂപയ്ക്ക് താഴെയാണ് ഞാൻ ഈ ഒരു ക്യാബിനറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ബെസ്റ്റ് ക്യാബിനറ്റ് ആണ്. 4 ARGB ഫാൻസ് വരുന്നുണ്ട്. സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്. USB 3.0 ഫ്രണ്ട് പോർട്സുകളും ഈ ഒരു ക്യാബിനറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ക്യാബിനറ്റ് ആണ്. ഗൈസ്, ഇത്രയും പാർട്സ് ഞാൻ പറഞ്ഞത് ഓൾ ടുഗദർ കൂട്ടുമ്പോൾ 35,000 എന്ന് പറയുന്ന സ്ട്രിക്റ്റ് ബഡ്ജറ്റിനകത്ത് തന്നെ വരും. ഇനി ബിൽഡ് നമുക്ക് GeekBoZ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്സ് എടുത്ത് സ്വന്തമായിട്ടും ബിൽഡ് ചെയ്യാം. GeekBoZ വന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിൽഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാർജ് എക്സ്ട്രാ വരും. പക്ഷേ യു വിൽ ബി ബാക്ക്ഡ് അപ്പ് വിത്ത് ഓൾ ദ അഷുറൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇതിലുണ്ടാവും. പിന്നെ ഗൈസ്, ഒരു കാര്യം പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. 35 രൂപയ്ക്ക് CPU അല്ലാതെ ഫുൾ PC ഞാൻ ഒരിക്കലും 35 താഴെ വരുന്ന PCs നിങ്ങൾ ദയവ് ചെയ്ത് എടുത്തിട്ട് വലിയ രീതിയിലുള്ള പെർഫോമൻസ് ബെനിഫിറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫ് ആണെന്നോ ഒന്നും പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. ഇത് ഒരു 35 രൂപ മുടക്കി ഒരു 10 രൂപ എക്സ്ട്രാ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻക്യൂവിൻ്റെ GW2480L എന്ന് പറയുന്ന 60 ഹെർട്സിൻ്റെ IPS പാനൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു മോണിറ്ററിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ ആ മോണിറ്റർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് VA പാനൽ പോലത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 144 കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും VA പാനൽസിൽ 165 ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി മോണിറ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെൻക്യൂ എടുക്കുക. സർവീസ് ആൻഡ് ക്വാളിറ്റി ഞാൻ 101% അതിൽ ഷുവർത്തി തരാം. കാരണം ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന മോണിറ്ററാണ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യാം. പിന്നെ കീബോർഡ് മൗസിന് ഒരു 1,000 rupees എങ്കിലും മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെംബ്രെയിൻ കീബോർഡ് കോംബോ കിട്ടും. എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടുഗദർ 35,000 പ്ലസ് 10,000 പ്ലസ് ഒരു 1,000 എല്ലാം കൂടെ ഒരു എന്താ പറയുക 46,000-നകത്ത് കംപ്ലീറ്റ് PC ബിൽഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ് 2023. ഇത് ഒരുപക്ഷെ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ 2022 ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ 8GB SSD 256 ചെറിയ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ യാതൊരു പേടിയും വേണ്ട. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഡിസ്കോഡും ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഡ് പലരും ചോദിക്കുന്നുണ്ട്, ലിങ്ക് കിട്ടുമോ? അതേപോലെ നമ്മുടെ വാൾപേപ്പേഴ്സ് ചോദിക്കുന്നവരുണ്ട്, അവരുടെയും ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്കോഡിൽ കയറുക, ജോയിൻ ചെയ്യുക, ടേക്ക് യുവർ വാൾപേപ്പേഴ്സ് വിത്ത് യു. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കൂടുതൽ വീഡിയോസ് ആയിട്ട് പവർ പാക്റ്റുള്ള ബിൽഡുമായിട്ട് വരുന്നുണ്ടാവും. അപ്പം ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് സൈനിങ്.